നോക്കട്ടെ. Hello, good afternoon. Good afternoon. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓൾമോസ്റ്റ് തീരാറായല്ലോ അല്ലേ? ഹാപ്പിയാണോ എല്ലാവരും? ഹാപ്പിയാണ്. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മളുടെ എന്താകാറായി അല്ലെ, അവസാനിക്കാറായി. ടീച്ചേഴ്സ് അവർക്ക് അലോട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു കഴിഞ്ഞോ? ഉറപ്പാണോ നിങ്ങൾക്ക്? ഇപ്പൊ ഓരോരുത്തരുടെ ഓരോ ചാപ്റ്റേഴ്സും കൂടി ബാക്കിയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. That means they have to go through one chapter each. ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് അവർക്ക് എടുക്കാനുള്ളതെന്നാണ് അറിഞ്ഞത്. നമ്മള് എന്താ പറയാ, നമ്മുടെ കോഴ്സ് നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സിന്റെ അറ്റത്ത് വക്കില് നിൽക്കുകയാണ്. ആൻഡ് അടുത്തത് നിങ്ങൾക്ക് അതിന്റെ എക്സാംസ് എഴുതുക, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, അതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സിലേക്ക് നിങ്ങൾക്ക് പോകുക അല്ലെ. വിദേശത്തിന് പോകുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ജോലിക്കായിട്ട് കയറുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ചില സ്റ്റെപ്സ് ഒക്കെ. ഓക്കെ, സോ അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി ചിലപ്പോ എന്താ പറയാ, എക്സാമിന്റെ ഡേറ്റും ഒക്കെ വരുമ്പോ പിന്നെ അവിടെ തിരക്കാവുമ്പോ ചിലപ്പോ കയറി കഴിഞ്ഞാലൊന്നും പറയാനൊന്നും പറ്റില്ല, കയറാൻ ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ വിശേഷം തിരക്കാനും അങ്ങനെയുള്ള ഒരു കുറച്ച് എന്താ പറയാ കുറച്ച് ആശംസയൊക്കെ അറിയിക്കാനും വേണ്ടി വന്നതാ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കേൾക്കാനോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏകദേശം എല്ലാം തീരാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം അതിനുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് കിട്ടും ഡേറ്റ് എന്നാണെന്നും അതുപോലെ സ്റ്റഡി ലീവ് എപ്പോഴാണെന്നും അല്ലെ. ഓരോ എക്സാംസും ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് ടൈംടേബിളൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് വരും. അപ്പൊ അതനുസരിച്ച് യു ഹാവ് ടു ബി പ്രിപ്പയർഡ് അല്ലെ. നിങ്ങൾ പ്രിപ്പയർഡ് ആകണം, പേടിക്കൊന്നും വേണ്ട. വളരെ എന്താ പറയാ ഭയങ്കര എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ കാമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക. ഓരോ ചാപ്റ്റർ മൊഡ്യൂൾസ് ചാപ്റ്ററിന്റെ ആണ് എന്താ പറയാ എക്സാംസ് വരെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർഡ് ആകുക, ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയി എന്ത് ചെയ്യുക, എക്സാംസ് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കാണുക. ഏതായാലും തീരാറുമായല്ലോ. അപ്പൊ ഇനി ചിലപ്പം നമ്മളിനി എപ്പോഴായിരിക്കും മീറ്റ് ചെയ്യുക? ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അപ്പൊ അതും തന്നെയല്ല, ചിലപ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നേരിട്ട് കാണുന്ന ആഗ്രഹമുണ്ട്, ചിലപ്പോൾ എല്ലാവരെയും കാണാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാനൊന്ന് ജസ്റ്റ് കയറിയത്. സുഖാണോ എല്ലാവർക്കും? സുഖാണോ? സുഖാണ്. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്? നിങ്ങളുടെ പഠന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നോ? എല്ലാവരെയൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും വരും. ഒട്ടും നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. എപ്പോഴും നമ്മൾ എന്താ പറയാ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും. നെഗറ്റീവ് അടിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലെ. പഠിക്കുക, പഠിച്ചു കഴിഞ്ഞ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയിച്ച് അത് അവരോട് ഒരു ഇന്റേൺഷിപ്പിനോ അല്ലെങ്കിൽ അവർക്ക് വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നവർ അങ്ങനെ ബയോഡാറ്റ റെസ്യൂംസ് ഒക്കെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക.
ആസ് സൂൺ ആസ് പോസിബിൾ, എത്രയും പെട്ടെന്നാണ്. ഒരുപാട് പേർക്ക് ജോലികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുമ്പും എനിക്ക് ഒരു കുട്ടി എന്നോട് ഷെയർ ചെയ്തിരുന്നു, ഈ ഇന്റർവ്യൂ ആണ് മിസ്സെ, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പേടിയാകുന്നു, അതാണ് ഇതാണ്, എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡൗൺ ആയ പോലെ ഇങ്ങനെ വോയിസ് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് മോട്ടിവേഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി, ചെല്ലാൻ പറഞ്ഞിട്ട് ജോലിക്ക് കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ദൂരെയാണെങ്കിലും കിട്ടി എന്നുള്ള സന്തോഷം ആൾ അറിയിച്ചു. അപ്പൊ മാഡം എന്താ പറയാ കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നപ്പോ എനിക്കതൊരു ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞ് ആള് ഫോൺ ത്രൂ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു. വലിയ സന്തോഷമാണ്. അതുപോലെ നിങ്ങളും ഒക്കെ ആകുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ ഒരു ജോലിക്കൊക്കെ കയറുക, അത് നമ്മളെ ഇൻഫോം ചെയ്യുക, ഒരു സന്തോഷമാണെന്നറിയാതൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് ആണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. സോ അപ്പൊ അത് വേണം. അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില റിവാർഡുകൾ, നമ്മൾ കിട്ടുന്ന ജോലി ചെയ്യുന്നു, സാലറി, അതിനേക്കാൾ പുറമെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റിവാർഡ് എന്ന് പറയുന്ന ഇത്തരം എന്താ പറയാ ഫീഡ്ബാക്കുകളാണ്. നിങ്ങളുടെ ആ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്വരം സംസാരമൊക്കെ ഇതുപോലെ പോസിറ്റീവായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടി, നേടി, നിങ്ങളുടെ നേട്ടങ്ങൾ നമ്മളെ അറിയിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന സാലറിയേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എന്താ പറയാ അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. ഓക്കെ, സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കൊടുക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അതൊക്കെ ഷെയർ ചെയ്യും, അതുപോലെ തന്നെ നിങ്ങൾ നമ്മളെ അറിയിക്കും എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല അല്ലെ. മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോ, ഞാൻ തന്നോളാം കേട്ടാ, കുഴപ്പമൊന്നുമില്ല. രജിസ്റ്റർ ചെയ്യണോ? അത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാല് അവർ അറിയിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വാങ്ങിക്കേണ്ടത്, ഇപ്പൊ ചിലപ്പോൾ കോൺവെക്കേഷൻ ഒക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിലൊക്കെ നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ തരാം. അതൊക്കെ അവിടുന്ന് ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കും. നിങ്ങളുടെ ക്ലാസ് റൂമിലെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് തരും. സോ നിങ്ങളുടെ ക്ലാസ്സുകൾ കഴിഞ്ഞു, അപ്പൊ ഇനി ക്ലാസ് റൂമിൽ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചേക്കാം കേട്ടോ, ഒക്കെ ശ്രദ്ധിച്ചേക്കാവുന്നു. ഓക്കെ, ആൻഡ് any problems, any issues, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിലും പറയുക. മിസ്, ഈ മൊഡ്യൂൾ 4 മറ്റേ മെഡിക്കൽ ഇല്ലേ, മെഡിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്, ആ ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയത്. അപ്പൊ അത് സോളി മിസ് എടുക്കുമ്പോ അത്ര മനസ്സിലാവുന്നില്ല. ഒരു വന്ദന മിസ്സിനെ ഇതാക്കുവോ? വന്ദന മിസ്സിന്റെ പോർഷൻ തീർന്നോ? വന്ദന മിസ്സിന്റെ പോർഷൻ തീർന്നാടാ? ഇനി കുറെ ഉണ്ടോ, അല്ലെങ്കിൽ 1-2 ക്ലാസ് കൊണ്ട് തീരുമോ? അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ? എത്ര വരെ എടുത്തു ടീച്ചർക്ക് എത്ര പേജ്? എനിക്ക് തോന്നുന്നു വന്ദന മിസ്സിന് കുറച്ച് പേജസ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ് തോന്നുന്നു ഇനി എടുക്കാനുള്ള, അങ്ങനെ എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി അവിടെ, അല്ലേ? അങ്ങനെയാണോ? നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നോട്ട്, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് ചാപ്റ്ററാ വന്ദന മിസ്സിന് എടുക്കാനുള്ളത്? 8th ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് പറയടാ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. HIS ആണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS ആണ്. അപ്പൊ ഇച്ചിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? അത് കുറെ ഉണ്ട് മിസ്സേ. ഓ, ഓക്കെ. എക്സാം ടൈമിൽ ഉണ്ടാവില്ല എന്നാണോ പറയണേ? ആരോ പറയണ്ടല്ലോ എക്സാം ടൈമില്. അതിനെ കുറിച്ചൊന്ന് ചോദിക്കണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീ എക്സാംസ് ഒക്കെ ചിലപ്പോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങള്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം കേട്ടോ. പറയുന്ന ഡേറ്റിലൊക്കെ നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് നേരത്തെ കൂടി നമ്മള് ഇൻഫോം ചെയ്യണം ഓഫീസിൽ, അവിടുന്ന് ഡേറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഐ തിങ്ക് കുറച്ച് പേജസ് ഇല്ലേ? ഒരു എത്ര ക്ലാസ്, ഏകദേശം ഒരു ആവറേജ് 2 pages വെച്ച് ടീച്ചർ എടുത്താലും ടോട്ടൽ എത്ര പേജസ് ഉണ്ട് HIS? മിസ്സായാലും മതി, 21 pages ഉണ്ട്. അപ്പൊ ഒരു ആവറേജ് ഒരു 3 വെച്ച് പറ്റൂല നമുക്ക്, 3 ക്ലാസ്സസ് വെച്ച് എടുത്താലും ഒരു 6 ക്ലാസ്സസ് എങ്കിലും വേണം ടീച്ചർക്ക് അത് എടുത്ത് തീർക്കാൻ അല്ലെ? 6 ക്ലാസ് എങ്കിലും ആവറേജ് കിട്ടിയാലാണ് ടീച്ചർക്ക് ആ ഒരു ചാപ്റ്റർ തീരുള്ളൂ. 6 ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. 6 ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ വീക്കിലി 2 ക്ലാസ്സസ് ആണ് ടീച്ചർക്കുള്ളത്. ദാറ്റ് മീൻസ് അപ്പൊ വീണ്ടും 3 weeks എടുക്കും. ഓക്കെ,
മെഡിക്കൽ എക്യുപ്മെന്റ്സ് അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ലല്ലോ. കുറെ എക്യുപ്മെന്റ്സുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റ്സ്, അതെന്താണ്, ആ ഒരു എക്യുപ്മെന്റ് ഫോർ വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ്, എന്തിനു വേണ്ടി അത് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അത് പറയുന്നുള്ളൂ. അപ്പൊ അത്ര ബുദ്ധിമുട്ടാണോ അത്? ബുദ്ധിമുട്ടാണെന്നാണോ, അല്ലെങ്കിൽ മാം പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവാഞ്ഞിട്ടാണോ, മിസ് എടുക്കുന്നത് ക്ലിയർ ആവാഞ്ഞിട്ടാണോ? ഓക്കെ, നമുക്ക് എന്താന്ന് വെച്ചാൽ നിശ്ചയിക്കാം. മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എന്താ പറയാ, സ്പീഡ് കൂടുന്ന കാര്യമൊന്നും അല്ലല്ലോ. സ്പീഡാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുക. സ്പീഡ് ചില ആളുകളുടെ സംസാര രീതിയിൽ അങ്ങനെയായിരിക്കും. ചിലർ ഭയങ്കര സ്ലോയില് സംസാരിക്കും. സ്ലോ മീൻസ് വോയിസ് കുറച്ചിട്ടല്ല, ഇങ്ങനെ പെറുക്കി പോലെ. ചില ആളുകൾ കുറച്ചും കൂടി സ്പീഡിലൊക്കെ സംസാരിക്കും. ഞാനൊക്കെ ഇച്ചിരി സ്പീഡിൽ, അതെന്താന്ന് വെച്ചാൽ കുറെ നാളുകളായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ജോലിയല്ലേ. അപ്പൊ ഈ നമ്മുടെ നാക്ക് കൊണ്ട് പിടിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ഈ നാക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ കാര്യം മനസ്സിലാകണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ അഗ്രി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്, പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അവിടെ പറയുന്ന കാര്യങ്ങളും ടീച്ചർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓ യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഷെറീന മിസ് ഉണ്ടാവുമെന്നാണ്. ഷെറീന മിസ് ഇതുവരെയും അവൈലബിൾ ആയിട്ടില്ല, വരുമോ ഇല്ലേ എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല. ഇനിയിപ്പോ ആദ്യം 10th കുട്ടി, ഇപ്പൊ അത് കഴിഞ്ഞ് മാറി വേറെ +1 അഡ്മിഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം, ഒന്നും അറിയിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഇങ്ങനെയുള്ള ചില സജഷൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അപർണ മിസ്സിനെയോ അല്ലെങ്കിൽ വന്ദന മിസ് ഇപ്പൊ ഓൾറെഡി ആ ഒരു ചാപ്റ്റർ അത്രയും ലെങ്തി ആയതുകൊണ്ടുണ്ട്. ഇനി അത് വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ നിങ്ങൾ അടിക്കല്ലേ. ടെൻഷൻ അടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, നമ്മളൊന്നിനും ടെൻഷനായിട്ട് കാര്യമില്ല. കാരണം ടെൻഷൻ കൊണ്ട് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. അതേസമയം നമുക്ക് എന്താ പറയാ, ടെൻഷനായി കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ ചില കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നിലച്ചു. ഓക്കെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചു വരുന്ന കാര്യം കൂടി നമുക്ക് പറ്റില്ല. അപ്പൊ ടെൻഷനായിട്ട് കാര്യമില്ല. ടെൻഷനാവാതെ നിങ്ങൾ എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് PG-യിലെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ ആ ഒരു എന്താ പറയാ പാക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് പിന്നെ അവേഴ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ വിതിൻ ആ ക്ലാസ്സിൽ മാത്രമേ നമുക്ക് താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് പറ്റുള്ളൂ. ഓക്കെ, അത് പാടാണ്, ബുദ്ധിമുട്ടാണ്. 3rd and 4th ചാപ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു മാനേജ്മെന്റ് വിഭാഗമാണ്. എല്ലാം മാനേജ്മെന്റ് ആണ്. ഓക്കെ, പ്രാർത്ഥിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. നല്ല വളരെ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ ട്രൈ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ തരാറുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് നോക്കാം. കുറച്ച് ദിവസം 2 weeks കൂടി ഉള്ളൂ നിങ്ങളുടെ ക്ലാസ്സസ്, അതിനുള്ളിൽ അവർ തീർക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് എന്താ പറയാ വിലക്കെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ. ആ ടീച്ചറിനോട് ഇങ്ങനെ അത് സ്പ്ലിറ്റ് ചെയ്ത് മറ്റേ ആതിര മിസ്സിന് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഒന്ന് വന്ദന മിസ്സിനോട് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുമോന്നൊന്ന് നോക്കാം. മാക്സിമം ഐ വിൽ ട്രൈ. ഓക്കെ, എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ആ ടൈം ടേബിള് മറ്റ് ക്ലാസ്സസിനെ എന്താ പറയാ ഇതാക്കാതെ, ക്ലാഷ് വരാത്ത രീതിയിൽ എനിക്ക് ഉണ്ടാക്കണ്ടേ. അതും എന്റെ ജോലിയിൽ വരും. അത് മനസ്സിലായോ? അപ്പൊ ടീച്ചേഴ്സിനെ അവിടെ കയറിയാണ് പഠിപ്പിച്ചാൽ മതി. പക്ഷെ ആ ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറ്റുമെങ്കിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ജേഷ് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ ഈ കോഴ്സ് ഈ ഡിപ്ലോമന്റെ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് PG ചെയ്യാൻ പറ്റുമോ? പുതിയ PG നമുക്ക് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. PG നമുക്ക് അപ്പൊ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാ.
ഓക്കെ ഷുവർ. എന്താ ഇതിപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതാ. തുടങ്ങും നിങ്ങളുടെ തീരുമല്ലോ. എക്സാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുമിച്ച് ശരി. അല്ലെങ്കിൽ ടീച്ചറുടെ സമയം വെറുതെ നമ്മൾ കളയണ്ട. ഇനി എന്തെങ്കിലും ഉണ്ടോ മിസ്സേ? ആ നമ്മളെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന് നമുക്ക് ഇപ്പൊ നമ്മൾ നാട്ടിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങണം നിർബന്ധമുണ്ടോ? നാട്ടില് ജോലിക്ക് കയറാൻ താല്പര്യം ഇല്ലാത്തവർക്കോ? നാട്ടിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, പുറത്ത് പോകാൻ ചാൻസ് കുറവുള്ള ആൾക്കാർ ഇപ്പൊ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നുണ്ടോ? ഈ പിന്നീട് നമുക്കൊരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ? അത് നിങ്ങൾ ഏത് രീതിയിലുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? 2 തരം സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതില് അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? 2 തരം സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞേക്കുന്നത്? ഏത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തത്? അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ ചോദിച്ചിട്ട് അപ്ലൈ ചെയ്യാച്ചിട്ടായിരുന്നോ? സാറിനോടൊന്ന് ചോദിക്കണേ, കറക്റ്റ് ആയിട്ട് ചോദിക്കുക ഇതിന്റെ കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ താല്പര്യം, നമ്മൾ ഇവിടെ കൺട്രിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കയ്യിൽ വേണ്ടത്. അതല്ല നമുക്കത് പിന്നീട് മാറ്റണം എന്ന് ഉദ്ദേശിച്ചാൽ വി ഹാവ് ടു ഡു, അതുകൂടി ഒന്ന് ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓക്കെ, അപ്പൊ ഏതായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്, ഏതാണ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള രീതി ഏതാണെന്നൊന്ന് ചോദിച്ചു നോക്കുക കേട്ടാ. അപ്പൊ 2 സർട്ടിഫിക്കറ്റ് വേണ്ടവരുണ്ടോ, അല്ലെങ്കിൽ അത് മാത്രമാണോ, അങ്ങനെ മതിയോ എന്നുകൂടി ഒന്ന് എടുത്ത് ചോദിക്കാം. നിങ്ങൾ 2 വേണ്ടി വരും. അത് നമ്മളിപ്പോ നാട്ടില് ജോലിക്ക് കയറുന്ന സമയത്ത് 2 സർട്ടിഫിക്കറ്റിനും നമുക്ക് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പേയ്മെന്റ് ചെയ്ത് വാങ്ങിച്ചാൽ മതിയല്ലോ. അതല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മതിയല്ലോ. അത് സാറിനോട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ചെയ്യാം കേട്ടാ. നമുക്ക് പിന്നീട് തെറ്റുപറ്റാൻ പാടില്ലല്ലോ. അതെ അതുകൊണ്ട് ചോദിച്ചത്. സർട്ടിഫിക്കറ്റിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, എക്സാം ഫീ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം മാമിനോട് ചോദിച്ചതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചു. സാറിനോട് അതിനെ കുറിച്ച് വ്യക്തമായി പറയുക, ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 സർട്ടിഫിക്കറ്റ് വേണോ, അല്ലെങ്കിൽ ഒരെണ്ണം തന്നെ മതിയോ, ഔട്ട് ഓഫ് കൺട്രി പോകുന്നുണ്ടെങ്കിൽ ഇന്നത് മതിയോ എന്നൊക്കെ ഉള്ള വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ സാർ ആൻസർ പറയൂ കേട്ടോ. സോ ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ പോയിക്കോട്ടെ, ടീച്ചറിനെ വിടാനായിട്ട്. നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാല് ഇന്റർവ്യൂവിന് വിളിക്കും. ഓക്കെ അതെ, നിങ്ങൾ അതിന് മുമ്പ് കണ്ടെത്തി വെക്കുക. നിങ്ങൾക്ക് എവിടേക്കാ പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്ന് കണ്ടെത്തി വെക്കുക, പോയി ചോദിച്ചു വെക്കുക. അങ്ങനെയാണ് എല്ലാ കുട്ടികളും ഇവിടെ ചെയ്തത്. നമ്മളോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ പറഞ്ഞത്. ഓക്കെ, സോ ട്രൈ യുവർ ബെസ്റ്റ് ആൻഡ് ഓൾസോ പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. കാണാട്ടോ പിന്നെ. ഓക്കെ, സീ യു. താങ്ക് യു വെരി മച്ച്. ലവ് യു ആൾ. താങ്ക് യു.
Good afternoon. Good afternoon, ma'am. Okay, good afternoon. തുടങ്ങാം നമുക്കപ്പോ. നമുക്ക് പുതിയൊരു ചാപ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. ബേസിക് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. HIS പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. എല്ലാരും ഓക്കെ അല്ലേ? ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷെ എങ്കിലും ഇതിലിങ്ങനെ ഒരുപാട് വാരിവരിച്ചിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൺസെപ്റ്റുകൾ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിന്റെ പോയിന്റുകള് കൺസെപ്റ്റുകൾ മാത്രം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാരണം ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കുറെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഒരേ കാര്യത്തിന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓരോ സെന്റൻസും വായിച്ച് ഞാനത് പറയുന്നില്ല, പകരം വായിച്ചെല്ലാം വായിക്കുന്നുണ്ട്. വായിച്ച് നമുക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന HIS എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാം അല്ലെ. അപ്പൊ HIS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, ആദ്യമായിട്ട് കേൾക്കുന്നതാവില്ല അല്ലെ. നമ്മുടെ ലബോറട്ടറി സർവീസ് പറഞ്ഞപ്പോ HIS LIS എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഇത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് ശരിക്കും കേട്ടോ. HIS എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു എന്താണ് സോഫ്റ്റ്വെയർ സംവിധാനമാണ്. എന്തിനുള്ള സംവിധാനമാണ്? ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അത്രമാത്രം നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ സിസ്റ്റം that manages the all operations in a hospital. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ വശങ്ങളും എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? പേഷ്യന്റ് കെയർ പെടുന്നുണ്ട് അല്ലെ, ആരോഗ്യ പരിചരണം, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം, പിന്നെ ട്രാക്കിംഗ് മെഡിക്കേഷൻസ് അല്ലെ, അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്, ബില്ലിങ്, ഇൻഷുറൻസുകൾ, അതുപോലെ തന്നെ എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറയുമ്പോൾ അധികം പേപ്പർ വർക്കുകളും റെക്കോർഡുകളും ഫയലുകളും ഒക്കെയാണ് അല്ലെ. അതൊക്കെ സൂക്ഷിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്നെല്ലാം എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ, സിസ്റ്റം ബേസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, അടുത്ത വർക്ക് ഫ്ലോ നമുക്ക് കുറേയും കൂടി ഈസി ആക്കാനായിട്ട് സാധിച്ചു അല്ലെ. പണ്ട് മാനുവലി ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങള് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ വളരെയധികം എന്താക്കാൻ പറ്റി? നമുക്ക് സുഗമമാക്കാനായിട്ട് സാധിച്ചു അല്ലെ. അപ്പൊ അവിടുത്തെ വർക്ക് ഫ്ലോ കുറേയും കൂടി ഈസി ആയി എന്ന് മാത്രമല്ല എന്താണ്, കുറെ ആളുകൾക്ക് വർക്ക് ലോഡ് അവിടെ കുറഞ്ഞു അല്ലെ. പണ്ട് മാനുവലി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തായാലും കുറേയും കൂടെ സമയം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റി അല്ലെ. കുറേ കൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ സേവ് ചെയ്യുന്ന ടൈം നമുക്ക് കൂടുതൽ പേഷ്യന്റിന്റെ പരിചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനും സാധിച്ചു അല്ലെ. അപ്പൊ പേഷ്യന്റിന് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനത്തിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇത് തന്നെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ്. അത് വന്നിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് നമ്മെ സഹായിക്കുന്ന സംവിധാനമാണ്. HIS കേട്ടോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. മറ്റൊരു പേരും കൂടെ പറയും, HIMS എന്നും പറയൂ കേട്ടോ. HIMS എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നും അതിനെ പറയുന്നത്. ഓക്കെ ആണ്?
ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലായോ? ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ. Hospital information systems provide a general source of information about a patient's health history and the doctor's schedule timing. The system must keep the data in a secure place and control who can get the data in certain situations. എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചുരുക്കിയാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ടൈമിംഗ് ഷെഡ്യൂള് ഇതൊക്കെ നമുക്ക് നിർവഹിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജനറൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്താണ്? അവിടുത്തെ HIS സംവിധാനമാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞ കാര്യം ഓർത്താൽ മതി കേട്ടോ. ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനം, അതിനെയാണ് നമ്മൾ HIS എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നോക്കുക, the system must keep the data in a secure place and control who can get the data in certain situation. അത് മാത്രമല്ല ഈ ഒരു HIS സംവിധാനത്തിലൂടെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഹെൽത്ത് ഡാറ്റകൾ അല്ലെ, രോഗിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ, വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ആർക്കൊക്കെ ഈ വിവരങ്ങൾ ആക്സസ് ചെയ്യാം, ആർക്കൊക്കെ ഈ വിവരങ്ങൾ കൺട്രോൾ ചെയ്യാം എന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ ഈ വിവരങ്ങൾ പോകുന്നുണ്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാനായിട്ടും സാധിക്കും. പറഞ്ഞു മനസ്സിലായോ? അതായത് പണ്ടെന്ന് പറയുമ്പോൾ കൂടുതലും ഫയലുകൾ, റെക്കോർഡുകൾ, പേപ്പറുകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയൊക്കെ സൂക്ഷിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട്? അത് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് കാലമൊന്നും അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല, ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഡാറ്റ നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എപ്പോ വേണമെങ്കിലും നമുക്ക് റീറ്റെയിൻ ചെയ്യാം അല്ലെ, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ ആർക്കൊക്കെ ഈ വിവരങ്ങൾ പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിലും എല്ലാ ആളുകൾക്കും കയറി ആക്സസ് ചെയ്യാൻ പാകത്തിലല്ല അത് വെച്ചേക്കുന്നത്. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന്റെ ഒരു സെക്യൂരിറ്റി ഇല്ല അല്ലെ. പക്ഷെ അതും കൂടെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് HIS സംവിധാനം ഉള്ളത് കേട്ടോ. അതായത് എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാ ആളുകൾക്കും മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ രീതിയിൽ എന്താണ് വളരെ സെക്യൂർ ആയി വെക്കുകയും ആർക്കൊക്കെ വിവരങ്ങൾ പോകുന്നുണ്ടെന്ന് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ത് HIS എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് എന്താണ് HIS എന്നുള്ളൊരു ഐഡിയ മാത്രമാണ് അവിടെ തന്നിരിക്കുന്നത്, വേറെ അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കുക, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. ഇത് തന്നെ HIMS എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് എ computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. Underline ചെയ്തു വെച്ചോ കേട്ടോ, അത് മാത്രം അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. എന്താണ് HIMS എന്നുള്ള കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? It is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. അതായത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കലായിട്ട് ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യൻസ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ അങ്ങനെ എല്ലാ സേവനങ്ങളെയും മാനേജ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിനെയാണ് HIMS എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യം. ഇതിവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ അങ്ങനെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനത്തിനെയാണ് നമ്മൾ HIMS എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. Okay, with the help of the hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. അതും ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത്തരത്തിലുള്ള HIMS സംവിധാനം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിലെ വർക്ക് ഫ്ലോ കുറേയും കൂടെ സുഗമമായി അല്ലെ. ഒരുപാട് വർക്കിലൂടെ അവിടെ കുറഞ്ഞു. കാര്യം എല്ലാം ചെയ്യുന്നത് സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ മാനുവലി ചെയ്യുന്ന അത്ര സമയമോ കാര്യങ്ങളോ നമുക്ക് അവിടെ വരുന്നില്ല. അതുകൊണ്ട് കുറേയും കൂടെ സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും.
അങ്ങനെ സേവ് ചെയ്ത് കിട്ടുന്ന സമയം എന്താണ് കുറേയും കൂടെ നമുക്ക് പേഷ്യന്റ് കെയറിന് പ്രയോജനപ്പെടുത്താൻ പറ്റി അല്ലെ. അങ്ങനെ നമുക്ക് സേവ് ചെയ്യുന്ന സമയം കുറേയും കൂടെ നല്ലൊരു ക്വാളിറ്റി കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിലൂടെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ പ്രൊവൈഡിങ് ദ ക്വാളിറ്റി ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക. ഈ ഹോസ്പിറ്റൽ അപ്പൊ പേഷ്യൻസിനാണ് അപ്പൊ അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സ്, നഴ്സ് അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് HIMS മൂലം ഉള്ളതെന്ന് നോക്കാം. അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് കേട്ടോ. എ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം helps the healthcare providers in designing their operations, including managing the patient health record. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് EMR or EHR. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. EMRന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്നാണ് കേട്ടോ. എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. എഴുതി വെക്കണേ. EHR എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. രണ്ടും സെയിം ആണ് കേട്ടോ. EMR എന്നും പറയാം, നമുക്ക് EHR എന്നും പറയാം കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നെന്താണ്? അപ്പോയിന്റ്മെന്റ്സ്, ബില്ലിങ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് മച്ചുമോ എന്ന് പറഞ്ഞാല് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡുകൾ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ. EHR EMR പോലുള്ള ഹെൽത്ത് റെക്കോർഡുകള്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകള്, ബില്ലിങ്, ഡയഗ്നോസ്റ്റിക്സ് അങ്ങനെയുള്ള സേവനങ്ങളും ആൻഡ് മച്ച് മോർ എന്നാണ് പറഞ്ഞത്. വെച്ചാൽ അതിനേക്കാൾ ഏറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള സേവനങ്ങൾ നിർവഹിക്കാനായിട്ട് ആരെ സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എന്ത് സഹായിക്കുന്നുണ്ട്? HIMS സഹായിക്കുന്നുണ്ട്. അറിയാലോ, അവരുടെ ജോലി കുറെ കൂടെ സുഗമമാക്കി മാറ്റുകയാണ് അല്ലെ. അവർക്ക് അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റുകൾ, ബില്ലിങ്, ഇൻഷുറൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന HIMS സംവിധാനം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കി the major role of HIMS. ഇനി നോക്കാം കേട്ടോ. HIMSന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. സെയിം കാര്യം തന്നെയാ പറയുന്നത്. The major role of HIMS is to record the information on health events and verify the quality of services at the different levels of health care. Just ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അതൊരു പോയിന്റ് ആണ് കൊടുത്തേക്കുന്നത്. മേജർ റോൾ ഓഫ് HIMS is to record the information on health events and verify the quality of services at the different levels of health care. എന്ന് പറഞ്ഞാല് HIMSന്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇവന്റ്സുകള് അല്ലെങ്കിൽ ഹെൽത്ത് ഇവന്റുകള്, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക അല്ലെ. കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്? നമ്മുടെ ആരോഗ്യ പരിചരണത്തിന്റെ വിവിധ തലങ്ങളില് ഈ പറയുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ചെയ്യുന്നത്. ഹെൽത്ത് ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക, അതായത് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെന്താ പറഞ്ഞത്? ആരോഗ്യ പരിചരണത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എന്താണ് സേവനങ്ങളുടെ ക്വാളിറ്റി അല്ലെ, അതിന്റെ ഗുണമേന്മ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വിലയിരുത്തുക അല്ലെ. കാര്യം നമുക്ക് ഇങ്ങനെ HIMS ഉള്ളതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടുത്തെ സേവനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് HIMSന്റെ പ്രധാനപ്പെട്ട റോളായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനിയുള്ളതൊന്നും അത്ര ഇതല്ല കേട്ടോ. അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യന്റ് ഇവാലുവേഷൻ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഗിവിംഗ് ദി ഇമ്പോർട്ടൻസ് ടു ദ പേഷ്യന്റ് വ്യൂസ് ഇൻ ഡെവലപ്പിംഗ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസസ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ആരോഗ്യ സേവനങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ രോഗികളുടെ പേഷ്യൻസിന്റെ ആ ഒരു എന്താ പറയാ അവരുടെ വ്യൂ പോയിന്റിനും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം കേട്ടോ. കാര്യം അവരാണ് ഗുണഭോക്താക്കൾ അല്ലെ. അവരുടെ ആവശ്യങ്ങളും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം, അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആ ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെ. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാം, അതിനനുസരിച്ച് ഹെൽത്ത് സർവീസ് കൊടുക്കുക. അപ്പോഴാണ് അത് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ആയിട്ട് മാറുള്ളൂ അല്ലെ. നമ്മളത് ക്വാളിറ്റി മാനേജ്മെന്റിനകത്തൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത് കേട്ടോ. അടുത്തതും ഒന്ന് ജസ്റ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അടുത്തൊരു പാരഗ്രാഫ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റുകളാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. നോക്കാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് എന്താണ്? ഇംപ്രൂവിംഗ് ദ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെന്താണ്? ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേഴ്സ് പേഷ്യന്റ്.
പിന്നെന്താണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസസ് ആൻഡ് ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസസ് ഇൻ ദ ഹെൽത്ത് സിസ്റ്റം. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്ന്, നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. എങ്ങനെ? ത്രൂ ദ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? കുറേം കൂടെ മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് എന്താണ് പേഷ്യന്റിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു, അല്ലെ? അവരായിട്ട് കുറേം കൂടെ നമുക്ക് പഴയ പോലെയല്ല ഇത്തരം HIMS സംവിധാനം ഉണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് സ്മാർട്ട് ഫോൺ ഒക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരം തന്നെ ഈ പറയുന്ന ഹെൽത്ത് കെയറും പ്രൊവൈഡേഴ്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെ? ഈസി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. അതൊരു ബെനിഫിറ്റ് അല്ലേ? പിന്നെന്താ പറയുന്നത്? ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേഴ്സ് പേഷ്യൻസ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രേറ്റർ പ്രൊവൈഡർ സെൻസിറ്റിവിറ്റി ടുവേഴ്സ് പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് പേഷ്യൻസിനോട് കുറേയും കൂടെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറാം. ദാറ്റ് മീൻസ് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്താണോ അതിന് പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ റിക്വയർമെന്റ്സിനോട് കുറേയും കൂടെ സെൻസിറ്റീവ് ആയിട്ട്, ദാറ്റ് മീൻസ് അവരുടെ റിക്വയർമെന്റ്സിനോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് സേവനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിറ്റി അവയർനെസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? കാരണം ഇങ്ങനെ HIMS ഇങ്ങനെയുള്ള എന്താ പറയാ സംവിധാനങ്ങൾ ഉള്ളപ്പോ ഇവരുടെ സേവനങ്ങളൊക്കെ നമുക്ക് പുറത്തറിയിക്കാൻ എളുപ്പമാണ്, അല്ലെ? അപ്പൊ ഇവരുടെ ആ ഒരു ക്വാളിറ്റി, സർവീസസിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. മൊത്തം പറഞ്ഞാൽ എന്താണ്? ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് സർവീസസ് ഇൻ ദ ഹെൽത്ത് സിസ്റ്റം. നമുക്ക് ആരോഗ്യ മേഖലയിൽ മൊത്തത്തിൽ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ HIMSന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി കുറെ കൂടെ നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളോട് കുറെ കൂടെ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി സർവീസുകളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ആരോഗ്യ മേഖലയില് നല്ലൊരു എന്താ പറയാ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനായിട്ട് HIMS സംവിധാനം കൊണ്ട് സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റും അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. നോക്കുക, എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ HIMSൽ പഠിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കായിട്ടും ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അതിനൊരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മറ്റേ പേയ്മെന്റ് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് അതിന് വേറെ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗിക്കുന്നുണ്ട്. ലബോറട്ടറിക്ക് ആണെങ്കിൽ അതിന് വേറെ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അതിന് വേറെ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏറ്റവും സുഗമമാക്കി മാറ്റുന്നത്. മൊത്തത്തിലുള്ള ഈ സംവിധാനങ്ങളെയാണ് നമ്മൾ HIMS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ is a digitized system that helps in controlling the health information of patients in a health care facility. Underline ചെയ്യാട്ടോ. എന്താണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നാണ് അവിടെ പറയുന്നത്. എന്താണത്? ഇറ്റ് ഈസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് പേഷ്യൻസ് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് രോഗികളുടെ എന്താണ് ആരോഗ്യ വിവരങ്ങള് നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിജിറ്റൈസ്ഡ് സോഫ്റ്റ്വെയർ, ഡിജിറ്റൈസ്ഡ് സംവിധാനത്തിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഈസ് എ സിസ്റ്റം, ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? എന്ത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ നിയന്ത്രിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും ഭാഗങ്ങൾ ഓക്കെയാണോ നിങ്ങൾക്ക്? മനസ്സിലായോ? HIMSനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് HIS എന്നുള്ളത്? മനസ്സിലായോ? അപ്പോ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട പോയിന്റ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനം, ദാറ്റ് ഈസ് കോൾഡ് HIS. പിന്നെ HIS സംവിധാനം കൊണ്ട് നമുക്ക് വളരെ വിവരങ്ങളൊക്കെ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു ഡെഫിനിഷൻ ഇതാണ്, ഹോസ്പിറ്റലിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾ, അതായത് ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ ഒരു ആശുപത്രിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം, അതിനെയാണ് നമ്മൾ HIMS എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ HIMS എങ്ങനെയാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ സഹായിക്കുന്നത്? അവിടുത്തെ ആളുകൾക്ക്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് മാനേജ് ചെയ്യാനും ബില്ലിങ്ങും ഇൻഷുറൻസും പേയ്മെന്റും അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാൻ അവരെയും എന്ത് സഹായിക്കുന്നുണ്ട്? HIMS സംവിധാനം സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ HIMSന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ഇവന്റ്സുകളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ ആരോഗ്യ പരിചരണത്തിലുള്ള സേവനങ്ങളുടെ ക്വാളിറ്റി കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക. ഇതാണ് മെയിൻ റോളായിട്ട് പറയുന്നത്. പിന്നെ HIMSന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ പറ്റി, അതുപോലെ തന്നെ എന്താണ്, അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് സേവനങ്ങൾ കൊടുക്കാൻ പറ്റി, കമ്മ്യൂണിറ്റിയിൽ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിജിറ്റൈസ്ഡ് സംവിധാനത്തിനെയാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കാൻ. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ ഒരു കണ്ണാശുപത്രിയുടെ ഒരു വർക്ക് ഫ്ലോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു വർക്ക് ഫ്ലോ. ഈ വർക്ക് ഫ്ലോ കൊടുത്തതിൽ വേറെ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വർക്ക് ഫ്ലോ ഒക്കെ അത്രയും ഭംഗിയായിട്ട് നടക്കാൻ സഹായിക്കുന്നത് ഈ ഒരു HIMSന്റെ സംവിധാനം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മാനുവലി ചെയ്യുന്ന കാര്യങ്ങളെക്കാളും HIMS വന്നപ്പോ ഒരുപാട് നമുക്ക് സുഖമായ കാര്യങ്ങൾ, ഭയങ്കര സുഖമായിട്ട് വർക്ക് ഫ്ലോ ഒക്കെ ഈസി ആയിട്ട് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പിക്ചർ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം എല്ലായിടത്തും നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി മാത്രം ഒരു പിക്ചർ അവിടെ കൊടുത്തേക്കുന്നതാണ്. അത് നമുക്ക് വേണ്ട കേട്ടോ, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, വർക്ക് ഫ്ലോ മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. അതായത് ഒരു ഇനി ഓർക്കണം കേട്ടോ, HIS എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. ഓക്കെ, HIMS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇതൊക്കെ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദ കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. നമുക്ക് 11 കമ്പോണന്റുകൾ പഠിക്കാനുണ്ട്. എത്രണ്ണുണ്ട്? 11 ഉണ്ട് കേട്ടോ. 11 കമ്പോണന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഈ 11 കമ്പോണന്റും ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ആ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അവിടെ കുറെ എഴുതി വെച്ചത് കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് വെറുതെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം അവിടെ കൊടുത്തേക്കുന്നതാണ്. അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ബലൂണ് പോലെ അങ്ങനെയുള്ളൂ, അതിനകത്ത് ഒന്നുമില്ല കേട്ടോ, കാറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. 11 പോയിന്റ് ആണ്. ഒന്ന് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്, രണ്ടാമത്തത് പേഷ്യന്റ് മാനേജ്മെന്റ്, മൂന്നാമത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് മാനേജ്മെന്റ്. ഇത്രയും പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇത് തെറ്റില്ല. കാര്യം എല്ലാത്തിന്റെയും കൂടെ എന്തുണ്ട്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് എല്ലാത്തിന്റെ കൂടെ വാല് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തെറ്റില്ല കേട്ടോ. അപ്പൊ കമ്പോണന്റുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ പറയുന്ന ആശയം, കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് അത് നടത്താനായിട്ട് അതിന്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ്, പേഷ്യന്റിന്റെ ഡോക്ടറുടെ എന്താ പറയാ ഷെഡ്യൂള്, അതിന് വേണ്ടിയിട്ട് പ്രത്യേക സോഫ്റ്റ്വെയർ കമ്പോണന്റ്. ഇനി ബില്ലിംഗ് കാര്യങ്ങൾ ചെയ്യാൻ അതിന് വേറൊരു സോഫ്റ്റ്വെയർ കമ്പോണന്റ്. അത് ആ സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്താണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് കേട്ടോ. ഇതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കില്ലേ, ഈ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പോണന്റ്.
ഓക്കെ, അതിനും നമ്മൾ എന്ത് HIMS സഹായിക്കുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാല് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഇന്നെല്ലാം അപ്പോയിന്റ്മെന്റ് മറ്റും എടുക്കുന്നത് അല്ലെ. അപ്പൊ അതിനായിട്ട് HIMS സഹായിക്കുന്നുണ്ട്, അത്ര മാത്രമേ അവിടെ പറയുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് പിന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്, HIMS സംവിധാനം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം. അത് managing appointments manually is not only monotonous but also increases the chance of making an error അല്ലെ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ, നമ്മൾ മാനുവലി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് അങ്ങനെയില്ല, ഇന്നെല്ലാം ഓൺലൈനാണ്. പക്ഷെ ഒരിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോകണം, ടോക്കൺ എടുക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കണം, പിന്നെ അവിടെ കുറച്ച് കല്ലുണ്ടാക്കണം. പോരാത്തിന് ചിലപ്പോൾ ഒരേ നമ്പറിൽ തന്നെ 2-3 ടോക്കണൊക്കെ എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ അതിലേറെ പ്രശ്നങ്ങളായി അല്ലെ. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, കുറെ സമയം നമ്മുടെ നഷ്ടപ്പെടും. അങ്ങനെ വല്ല പ്രശ്നങ്ങളെ പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ല. അതെന്താ, ഇന്നെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. മാനുവലി അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ബുദ്ധിമുട്ടായിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല അവിടെ എറർ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഒരേ നമ്പറിനൊക്കെ അറിയാണ്ട് ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലെ. സോ even in a recent study 68% of patients said they were more inclined to choose a hospital where they could schedule, alter or cancel the appointments online. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു 68% എന്ന് പറഞ്ഞൊരു കണക്ക് മാത്രം ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന മെജോറിറ്റി ആളുകളും ഇപ്പൊ എന്താണ്, ഓൺലൈൻ ആയിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും അല്ലെങ്കിൽ അതിൽ ചേഞ്ച് വരുത്താനും ക്യാൻസൽ ചെയ്യാനൊക്കെയുള്ള അത്തരം സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലാണ് ഇന്ന് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആർക്കും സമയമില്ല ഒന്നിനും അല്ലെ. അപ്പൊ ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ, അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഇനിയിപ്പോ എടുത്ത അപ്പോയിന്റ്മെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് മെജോറിറ്റി ആളുകളും എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ a hospital management system enables us to add a scheduling option to the hospital's website so that the patient can easily schedule an appointment. അപ്പോ നമ്മൾ HISന്റെ സംവിധാനം അവിടെ ഉപയോഗിക്കുകയാണ് അല്ലെ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, HIS എന്ന് പറയുന്നു കേട്ടോ. നമ്മുടെ ഈ HIS സംവിധാനം ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ, അതായത് നമ്മൾ ഈ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹോസ്പിറ്റലിനും അവരുടേതായ വെബ്സൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു വെബ്സൈറ്റിനകത്ത് ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, HIS ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. അതായത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കയറുന്നു, ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എടുക്കുന്നു, നമ്മൾ അതിലേക്ക് വിവരങ്ങൾ എൻട്രി ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മളോട് പല ക്വസ്റ്റ്യൻസ് അതിൽ എഴുതി ചോദിക്കും, നിങ്ങളുടെ അസുഖം എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ കറക്റ്റ് ആയിട്ട് വിവരങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ വിവരങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതൊക്കെ ഓട്ടോമാറ്റിക് നടക്കുന്നതാണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെ ഓട്ടോമാറ്റിക് നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ HIS സംവിധാനം എന്ത് ചെയ്യും, നമ്മളുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും അല്ലെ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ വിവരങ്ങൾ ഇപ്പോ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിലെഴുതി ചോദിക്കുക എന്തൊക്കെ അസുഖം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പൊ HIS എന്ത് ചെയ്യും, നമ്മുടെ അസുഖങ്ങൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, ഏരിയ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവിടേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മളൊരു ചെസ്റ്റ് പെയിൻ വന്നു, നമ്മൾ ഈ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ചെസ്റ്റ് പെയിൻ അങ്ങനെയാണോ ലെഫ്റ്റ് ആണോ അതൊക്കെ അതിൽ എൻട്രി ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചിലപ്പോൾ നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ആ സോഫ്റ്റ്വെയർ സംവിധാനം നമ്മൾ ഓട്ടോമാറ്റിക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഇനി അതല്ല, നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള വിവരങ്ങളാണ് നമ്മൾ എൻട്രി ചെയ്തതെങ്കിൽ ചിലപ്പോൾ ഒരു ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്തത്. അതായത് നമ്മൾ അവിടെ പോയി പറയണ്ട എനിക്ക് കാർഡിയോളജി കാണണം അല്ലെങ്കിൽ എനിക്ക് പൾമണോളജി പോകണം എന്നൊന്നും നമ്മൾ പറയണ്ട. ഓട്ടോമാറ്റിക് നമ്മുടെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ഓഫ് ഡോക്ടേഴ്സ്, എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവിടേക്ക് HIMS സംവിധാനം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ.
Once the patient has reserved an appointment, the hospital management system will match the patient illness to the doctor's area of expertise. Okay. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക് കണക്ട് ചെയ്യുന്നു. പിന്നെന്താണ്, ഇറ്റ് വിൽ ദെൻ അലോക്കേറ്റ് ദം ടു ദ നെക്സ്റ്റ് അവൈലബിൾ സ്പെഷ്യലിസ്റ്റ് ഓർ ദ വൺ ദേ പ്രിഫർ. ഇനി നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിരവധി ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സ് അതിനകത്തുണ്ടാവും. അതിൽ ഏത് ഡോക്ടർ ചൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രിഫർ ചെയ്യാം. നമുക്ക് പ്രിഫർ ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. Okay. It also updates the available slots in real time to avoid any perplexity at the hospital. Perplexity എന്ന് വെച്ച് കഴിഞ്ഞാല് ആശയക്കുഴപ്പം എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ആശയക്കുഴപ്പം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോ അത് കൂടാതെ എന്താണ്, ഇറ്റ് ആൾസോ അപ്ഡേറ്റ്സ് the available slots in real time to avoid any perplexity at the hospital. അത് മാത്രമല്ല, ഈ ഒരു സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആശയക്കുഴപ്പം ഒഴിവാക്കാനായിട്ട് തത്സമയം സ്ലോട്ടുകൾ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യും. സ്ലോട്ട് എന്ന് വെച്ചാൽ ടോക്കൺസ് ആണ്. ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ സമയത്ത് നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കാനായിട്ട് സ്ലോട്ട് തപ്പി ഇരുന്നിട്ടില്ല. ഞാനൊക്കെ ഇരുന്നിട്ടുണ്ട്, നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മളിങ്ങനെ നോക്കിയിരിക്കണം അല്ലെ, ആ സ്ലോട്ടിങ് ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്തിട്ടില്ലേ അങ്ങനെ? നിങ്ങൾ ആരും ചെയ്തിട്ടില്ലേ? സ്ലോട്ടൊക്കെ തപ്പിയിരുന്നിട്ട് ബുക്ക് ചെയ്തിട്ട് പോയി വാക്സിൻ എടുത്തിട്ടില്ല. അപ്പൊ എന്താണ്, നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കണം അല്ലെ, പെട്ടെന്ന് നമ്മൾ എടുക്കണം അല്ലെ. അതായത് ഈ തത്സമയം സ്ലോട്ടുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ ഒരേ സമയം തന്നെ അപ്പോയിന്റ്മെന്റും മറ്റും ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോ ആശയക്കുഴപ്പം വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് തത്സമയം ഈ സ്ലോട്ടുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഒരു സോഫ്റ്റ്വെയർ സംവിധാനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു ചെയ്യുന്ന സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത്. സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം. The next step in appointment booking is to gather the medical documents. അല്ലെ, അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ റിസർവ് ചെയ്തു. നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ കണക്റ്റഡ് ആയി അവിടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറെ നമ്മൾ പ്രിഫർ ചെയ്തു. അപ്പോയിന്റ്മെന്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചു. ഇനി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത അടുത്ത പരിപാടി എന്താണ്, മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യണം അല്ലെ. നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. അതാണ് അവിടെ പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഈസ് ടു ഗ്യാദർ മെഡിക്കൽ ഡോക്യുമെന്റ്സ്. അവിടെ അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. NHMS with a patient portal. NHMS with a patient portal. HMS with a patient portal അണ്ടർലൈൻ ചെയ്ത് വെക്കാം. That is used to collect the documents and share the patient history with the doctors when in advance. അപ്പോ ഈ പറയുന്ന മെഡിക്കൽ ഡോക്യുമെന്റ്സ് നമ്മളെ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം ഏതാണ്? HMSന്റെ, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് എന്തിനെ സഹായിക്കുന്നത്, ഇത്തരം മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. HMS വിത്ത് പേഷ്യന്റ് പോർട്ടൽ, അതാണ് എന്താണ് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നത്. അത് കളക്ട് ചെയ്യാൻ മാത്രമല്ല, ആൻഡ് എന്ത് ചെയ്യുന്നു, ആൻഡ് ഷെയർ ദ പേഷ്യന്റ് ഹിസ്റ്ററി വിത്ത് ദ ഡോക്ടേഴ്സ് വെൻ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഡോക്ടറുടെ മുമ്പിൽ നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് അവിടെ ഷെയർ ചെയ്യപ്പെടും അല്ലെ, ഷെയർ ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. ഇഫ് ദ പേഷ്യന്റ് റിക്വയർസ് ഹെൽപ്പ് അറ്റ് ഹിസ് ഓർ ഹെർ ഹൗസ്, the system will verify the doctor's availability for the remote visit and assign accordingly. ഇനി വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഇപ്പൊ ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു, കിടപ്പ് രോഗികൾ, വയസ്സായ ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാനായിട്ട് അതിനും സാധിക്കുന്ന പറഞ്ഞത്, അതും ഈ HMS സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ വീട്ടിലൊക്കെ ചെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് എന്ത് ചെയ്യും, ദ സിസ്റ്റം വിൽ വെരിഫൈ ദ ഡോക്ടേഴ്സ് അവൈലബിലിറ്റി ഫോർ ദ റിമോട്ട് വിസിറ്റ്. അതായത് റിമോട്ട് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീടുകളിലൊക്കെ ചെന്നിട്ട് ട്രീറ്റ്മെന്റും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ, അങ്ങനെ റിമോട്ട് വിസിറ്റിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. അതിനും ഈ സോഫ്റ്റ്വെയർ സംവിധാനം സഹായിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് അസൈൻ അക്കോർഡിംഗ്, എന്നിട്ട് അതിനായിട്ട് റിമോട്ട് വിസിറ്റിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, അത് കൃത്യമായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനം തന്നെ ഓട്ടോമാറ്റിക് വെരിഫൈ ചെയ്ത് അതിനായിട്ട് ആളുകളെ ചുമതലപ്പെടുത്തും ചെയ്യുന്നു. ഓക്കെ,
In this way, the patients can create an easy and error-free process by digitizing the appointment reserving process. ചുരുക്കി പറഞ്ഞാല് ഇങ്ങനെ ഈ ഒരു അപ്പോയിന്റ്മെന്റ് റിസർവിംഗ് സിസ്റ്റം ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പേഷ്യന്റ് മീൻസ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കുറേയും കൂടി ഈസി ആയിട്ടും എറർ ഫ്രീ ആയിട്ട് അധികം തെറ്റുകളൊന്നും വരാതെ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെന്ന് പറഞ്ഞ കാര്യം എന്തെന്നാ, ഇതിപ്പോ വെറുതെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ പഠിക്കുന്ന പോലെ എന്താ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിനെ സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് HMS സംവിധാനം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനും ഇങ്ങനൊരു സോഫ്റ്റ്വെയർ സംവിധാനം സഹായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് HMSന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പോണന്റ് ആണ്. ആ ഒരു കമ്പോണന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നതും അത് ഡോക്ടറിന്റെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ക്ലിയർ ആയല്ലോ? സമയം കഴിഞ്ഞു അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കുറച്ചും കൂടെ ഭാഗങ്ങൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. കുറച്ച് ടൈം അല്ലേ നമുക്ക് കിട്ടിയിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, അതിന് മാത്രമൊന്നും ഇല്ല ഇന്നത്തെ കേട്ടോ. പേഷ്യന്റ് എല്ലാത്തിനും ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ കൊടുത്തത്. പേഷ്യന്റിന്റെ മാനേജ്മെന്റ്, അതുപോലെ ബില്ലിംഗ് കാര്യങ്ങള്, ഇൻഷുറൻസ് കാര്യങ്ങള്, ഇങ്ങനെ എല്ലാ മാനേജ്മെന്റിനും അതത് ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയണേ, HMS കേട്ടോ. അത്രേ ഉള്ളൂ. അതിനകത്ത് ശരിക്കും ഇത്രയേ ഉള്ളൂ വരുന്നത് പഠിക്കാനായിട്ട്. ദെൻ അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. EMR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ അല്ലാണ്ട് ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. അത് കൂടാണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും മെഡിക്കൽ റെക്കോർഡ്സ് കേട്ടോ. അതിനെയാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അഥവാ EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡിനെ തന്നെയല്ലേ നമ്മൾ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് അവർ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ബാച്ചിനകത്ത് എനിക്ക് 2 അവറാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ. 3 അവർ എനിക്ക് ഉണ്ടായിരുന്നു. 1 അവർ എന്റെ മാറ്റി വേറെ ബാച്ചിലേക്ക് പോയതുകൊണ്ടാണ്. അപ്പൊ 2 അവർ എനിക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതില് എന്നെ കൊണ്ടാവുന്ന മാക്സിമം ഞാൻ എടുത്തു തരാനായിട്ട് ശ്രമിക്കാം. അവർ കൂടുതൽ വരികയാണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ബാച്ചിൽ കയറിയിട്ട് എക്സ്ട്രാ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എടുത്ത് തരുന്നത് കൊണ്ട് എനിക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, എടുത്തു തരാം. പോർഷൻസ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു നിഷാൻസ്. പക്ഷെ എന്റെ അവറിന്റെ പ്രശ്നമാണ് ഇരിക്കുന്നത്. അത് ഇതിൽ മാനേജ് ചെയ്ത് തരുവാണെങ്കിൽ നമുക്കത് എടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. അപ്പം 2 അവർ ആയി. 3 അവർ ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ 2 അവർ ആകുമ്പോ തിങ്കളും വെള്ളിയും മാത്രമേ ഞാൻ നിങ്ങളെ കാണുന്നുള്ളൂ. അപ്പൊ അത്രയുള്ള സമയം കിട്ടുന്നു. ഇന്നിപ്പോ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതും കുറച്ച് സമയം കിട്ടും. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുവരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ശരി കേട്ടോ. നമുക്ക് എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.